ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് ടി വി. നമുക്കറിയാം കുറേ ന്യൂസ് പെൻഡിങ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാ ന്യൂസും കൂടി ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന പോലെ ന്യൂസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസസ് മാത്രം ഞാൻ എന്തായാലും ചെയ്യും. അതല്ലെങ്കിൽ ഇന്ന് എന്ത് സംഭവിച്ചു, അതായിരിക്കും നമ്മുടെ വീഡിയോസിൽ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ജാവ 350യുടെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഏകദേശം 16,000 രൂപയാണ് വില കുറച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വില കുറച്ചതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും സെയിൽ ഉള്ളത് കൊണ്ടാണ് വില കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജാവ SD ആ ഒരു ബ്രാൻഡ് സെയിൽ ഇല്ലാത്ത അവസ്ഥ, റിലയബിലിറ്റി ഇഷ്യൂസസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മഹേന്ദ്ര എന്ന് പറയുന്ന മെയിൻ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ സ്വന്തമായിട്ടുള്ള മഹേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോട്ടോർ സൈക്കിൾ കമ്പനി, മഹേന്ദ്ര മോജോ അതുപോലുള്ള മോട്ടോർ സൈക്കിളിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. വെറുതെ ഈ ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിൾസ് എന്ന് പറയുന്ന രീതിയിൽ പഴയ മോട്ടോർ സൈക്കിൾസിനെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പദ്ധതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് ഓഫ് മണി എന്നുള്ള രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഏറ്റവും പുതിയ BSI ഗോൾഡ് സ്റ്റാർ 650 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഓൾ ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ എന്തായാലും ജാവ, SD, BSI ഈ ഒരു 3 ബ്രാൻഡിന്റെയും ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിൽ വളരെയധികം ഒരു ടെൻഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിന്റെയും പതനം നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതൊരു സന്തോഷകരമായിട്ടുള്ള ന്യൂസ് ഞാൻ ഒരിക്കലും പറയില്ല. നന്നായി തിരിച്ചു വരണം, പക്ഷേ അത് ഒരിക്കലും സ്വന്തം ബ്രാൻഡിനെ നശിപ്പിച്ചിട്ടായിരിക്കരുത് എന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മഹേന്ദ്രയുടെ സ്വന്തം മോജോ ആ ഒരു മോട്ടോർ സൈക്കിളിനൊക്കെ നശിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിളിൽ കോൺസെൻട്രേഷൻ ചെയ്യാതെയാണ് അവർ മറ്റ് പല ബ്രാൻഡുകളും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അതിൽ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് കവാസാക്കിയുടെ W230 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇന്റർനാഷണലി ഇപ്പോൾ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. 230 അല്ലെങ്കിൽ W സീരീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് W800 എന്ന് പറയുന്ന ആ ഒരു റിട്രോ ലുക്കിംഗ് റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളാണ്. അതിനുശേഷം കാലം തെറ്റിയ സമയത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മോട്ടോർ സൈക്കിളാണ് W175 എന്ന് പറയുന്ന ചെറിയൊരു റിട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊറോണയ്ക്ക് മുൻപ് വരേണ്ട ഒരു മോഡലായിരുന്നു. പക്ഷേ കൊറോണയുടെ പ്രശ്നങ്ങളിൽ പെട്ട് ഓൾറെഡി ടെസ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ആ ഒരു മോട്ടോർ സൈക്കിൾ കൊറോണയ്ക്ക് ശേഷം ലോഞ്ച് ചെയ്തപ്പോഴും പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഹെവി ആയിട്ടുള്ള പ്രൈസിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു പുതിയൊരു സ്പെക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പുതുമ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ 175cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ലുക്കും കാര്യങ്ങളും എടുത്താൽ പോലും ഒരു 100cc ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ലുക്ക് കാര്യങ്ങളെ ആ ഒരു W175 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിനുള്ളൂ. സോ എന്തായാലും W230 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിള് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. W230 എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു ബിഗർ CC ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗർ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒരു 230 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം KLX 230S എന്ന് പറയുന്ന മോട്ടോർ സൈക്കിള്, അതുപോലെ തന്നെ അതിന്റെ എൻഡ്യൂറോ മോട്ടോർ സൈക്കിളും ഇന്ത്യയിൽ സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൗത്ത് റീജിയനിൽ എവിടെയാണ് സ്പൈ ഷോട്ട് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഊട്ടിയോ അല്ലെങ്കിൽ മൂന്നാറാണ് ആ ഒരു W അല്ല KLX 230S എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിൾ സ്പൈ ഷോട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രോപ്പർ എൻഡ്യൂറോ മോട്ടോർ സൈക്കിളാണ്. നമ്മുടെ ഇപ്പോൾ എക്സ്പൾസ്, ഇമ്പൾസ് പോലെയുള്ള മോട്ടോർ സൈക്കിളിനെ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിൽ വരാൻ ചാൻസ് ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് KLX 230 എന്ന് പറയുന്നത്. നമുക്കറിയാം എൻഡ്യൂറോ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിന്റെ പെർഫോമൻസ് ഡിഫറൻസും കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ എന്തായാലും W230 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം ഒരു സെയിൽ കിട്ടാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും W175 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ വന്ന പോലെ ആകില്ല. ഇനി കുറച്ച് പഴയൊരു ന്യൂസാണ്. KTM അഡ്വഞ്ചർ 390 അതുപോലെ തന്നെ എൻഡ്യൂറോ 390 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ സ്പൈ ഷോട്ട് ചെയ്തിട്ടുണ്ട്. പലതവണ സ്പൈ ഷോട്ട് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഏറ്റവും പുതിയ 2025 ആയിട്ടുള്ള അഡ്വഞ്ചർ 390 അതുപോലെ തന്നെ എൻഡ്യൂറോ 390. നമുക്കറിയാം ഏറ്റവും പുതിയ ഡ്യൂക്കിലൊക്കെ വന്നിട്ടുള്ള, അതുപോലെ തന്നെ ഹുസ്കവർണയുടെ സ്വാറ്റ് വില്യൻ 401 വന്നിട്ടുള്ള LC4C എന്ന് പറയുന്ന ലിക്വിഡ് കൂൾഡ് 4-stroke കോമ്പാക്ട് എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഏറ്റവും പുതിയ അഡ്വഞ്ചർ 390യിലും ഉണ്ടായിരിക്കുക. മോട്ടോർ സൈക്കിളിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഡ്യൂക്ക് 390 അതുപോലെ തന്നെ ഹുസ്കവർണയൊക്കെ ഞാൻ ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിച്ചു. എനിക്ക് വളരെയധികം പെർഫോമൻസിലും വളരെയധികം അതിൻ്റെ എജിലിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു മോട്ടോർ സൈക്കിൾ അഡ്വഞ്ചർ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എന്തായാലും അടിപൊളിയാകും എന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആണ്. പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് KTM ബിഗ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. 890cc ആയിട്ടുള്ള അഡ്വഞ്ചർ, ഡ്യൂക്ക് അതുപോലെ തന്നെ 1390 ഡ്യൂക്ക് സീരീസ് ഒക്കെ ഇന്ത്യയിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ചാ